വാക്കാണ് ഉപയോഗിച്ചത്. അതിനുവേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ബറ്റാലിയൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, സ്പെഷ്യൽ ഫണ്ട് ഇതുണ്ട്. ഇതെന്റെ വാക്കല്ല, നിങ്ങളുടെ ഓരോരുത്തരെയും ആർക്കൈവിലുണ്ട്. ഫയലെടുത്ത് നോക്കണം, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇപ്പോൾ മാണി സാറിനോട് വലിയ സ്നേഹപ്രകടനമാണ്. പക്ഷെ ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ആ സ്നേഹമുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞു UDF നിന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയത്. പക്ഷെ ആത്മാർത്ഥമായ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചർച്ച നടന്നു, ഒരു ഫോർമുല മുന്നോട്ട് വെച്ചോ? വേണ്ട. ഇതേ MLA-മാരിവിടെ ഇരിക്കുന്നു, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാണ്. എല്ലാ നേതാക്കന്മാരെയും കൊണ്ടിരുന്നതിന് മുമ്പ് ബന്ധപ്പെടും. അതും വേണ്ട. കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് ആ പാർട്ടിയുടെ നേതാക്കന്മാരെ ഒന്ന് ബന്ധപ്പെടാം. നേതാക്കന്മാരെ ബന്ധപ്പെടണ്ട, പക്ഷെ MLA-മാരെ ഒന്ന് ബന്ധപ്പെട്ടില്ല. അതുമാത്രമല്ല, രാജ്യസഭാ ഇലക്ഷൻ വന്നു, തെരഞ്ഞെടുപ്പ് വന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ അഭ്യർത്ഥന എല്ലായിടത്തും ചിലപ്പം ഭരണപക്ഷത്തോടും ചോദിച്ചിരിക്കും. പക്ഷേ നേതൃത്വം അത് എല്ലാ പാർട്ടിയുടെയും ഒരു ആവശ്യം അവർ മുന്നോട്ട് പറയട്ടെ, ഒരു അഭ്യർത്ഥന പറയട്ടെ. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വ്യക്തമായി അന്ന് കാണുന്ന തലേ ദിവസം TV-ക്കകത്ത് കാണുന്നു എന്താണ് സ്റ്റേറ്റ്മെന്റ്? നാളത്തെ അവിശ്വാസ പ്രമേയത്തില് കേരള കോൺഗ്രസ് എമ്മിന്റെ MLA-മാർ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും. എന്താണ്? വീണ്ടും പുറത്താക്കും. അപ്പോൾ എന്താണ് ഇതിനകത്ത്? അപ്പോൾ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. എന്താണ് അജണ്ട? കേരള കോൺഗ്രസ് പാർട്ടിയെ, മാണി സാറിന്റെ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക, തകർക്കുക. ആ അജണ്ടയുടെ ആവർത്തനമല്ലേ ഇത്? 2016 പുറത്തേക്ക് പോയി വീണ്ടും തിരിച്ചു വന്നു, വിശ്വാസം അർപ്പിച്ചു, വീണ്ടും വന്നു. പക്ഷെ ആ അജണ്ടയുടെ ഒക്കെ ആവർത്തനമല്ല ഇപ്പൊ നടക്കുന്നത്. ആ അജണ്ടയുടെ മുമ്പിൽ ഈ പാർട്ടി അടിയറി വെക്കുവാൻ കഴിയില്ല. ആത്മാഭിമാനം അടിയറി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ പല തീരുമാനങ്ങൾ ഇപ്പോൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. രണ്ടായിരത്തി 2018 നവംബർ മാസം 15-16 തീയതികൾ ചരക്കുന്ന് ക്യാമ്പിൽ ഒരു ക്യാമ്പ് നടന്നു. ആ ക്യാമ്പില് കേരള കോൺഗ്രസ് പാർട്ടിയുടെ 3 ആശയങ്ങൾ പ്രഖ്യാപിത മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. എന്താണ് ആ മുദ്രാവാക്യം? കർഷക രക്ഷ, മതേതരത്വം, അതോടൊപ്പം പുതിയ കേരളം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ജനുവരി മാസം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങളുടെ ഈ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു യാത്ര നടത്തി. അതിന് നേതൃത്വം കൊടുത്തത് ഞാൻ തന്നെയാണ്. പാർട്ടി തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് വർഗീയ ശക്തികൾ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആ വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാനും
മതേതരത്വം കാത്തു സൂക്ഷിക്കുവാനും ഇന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രളയം വന്നു, കോവിഡ് വന്നു, നമുക്കറിയാം. അതിൽ കേരള സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ജനവിഭാഗങ്ങളും വലിയൊരു ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും അടങ്ങുന്ന കർഷകരാണ് എന്ന ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അത് ആ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ MLA-മാർ, MP ശ്രീ തോമസ് ചാഴികാടനും ജയരാജനും റോഷിയും ബഹുമാനായ മുഖ്യമന്ത്രിയെ അന്ന് തന്നെ കണ്ടിരുന്നു. കണ്ടിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. പല വിഷയങ്ങളുണ്ട് കാർഷിക മേഖല. ആ വിഷയങ്ങളൊക്കെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി. നമുക്കറിയാം, ഇന്ന് കാർഷിക മേഖലയിൽ ഇപ്പൊ റബ്ബറിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും ആദ്യമേ മണിസാറാണ് അതിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് 150 രൂപ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചെലവുകൾ കൂടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി, അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കുടിശ്ശിക കൊടുക്കേണ്ടതുണ്ട്. അത് 200 രൂപയാക്കണം എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്ന് ഇടുക്കി മേഖലയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് അവിടെ പട്ടയങ്ങൾ വാദിരഹിതമായ പട്ടയം അത് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോഴും അതിന്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഉണ്ടായിരുന്നു, അടുത്ത ആഴ്ചയിൽ ഇടുക്കിയിലുണ്ട്. പക്ഷെ മുഴുവൻ കർഷകർക്കും ഉപാധിരഹിതമായ പട്ടയം കൊടുക്കണം, നമ്മുടെ ആവശ്യമാണ്. ഇന്ന് കസ്തൂരി രംഗന്റെ വിഷയമുണ്ട്. ഇന്ന് വന്യമൃഗങ്ങളുടെ അക്രമം മൂലം ഇന്ന് പ്രതിസന്ധിയിലായ കർഷകരുണ്ട് ഏറ്റവും കൂടുതൽ. എന്തിനാ ആലപ്പുഴ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു ജില്ല വനവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. അവിടെ പോലും ഇന്ന് വന്യമൃഗങ്ങൾ വന്നെത്തിയിരിക്കുക. അപ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാന്റേഷൻ തോട്ടവിളകൾ ഇന്ന് തോട്ടം മേഖലയെല്ലാം നഷ്ടത്തിലായി. 1 ഏക്കറാകട്ടെ, 2 ഏക്കറാകട്ടെ, 10 ഏക്കറാകട്ടെ, ലാഭകരമായി പോകുവാൻ കഴിയുന്നില്ല. അവിടെ ആ തോട്ടം മേഖലയിൽ ലാഭകരമായ കർഷകന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ലാഭകരമായ കൃഷി ചെയ്യുവാൻ ഉള്ള അവകാശമുണ്ടാകണം. അതിനുള്ള നിയമ ഭേദഗതികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചിലതൊക്കെ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള, അത് കാർഷിക മേഖല മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ മേഖല, പല മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോ ഇത് ഇടതുപക്ഷ സർക്കാരിന് ഞങ്ങൾ സമർപ്പിക്കുന്നതായി. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഞാൻ സൂചിപ്പിച്ചു, എല്ലാ മേഖലയും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അവർക്ക് ആശ്വാസവും സഹായവും കൊണ്ടെത്തിക്കണം. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രഖ്യാപിത നയങ്ങളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നതായിരിക്കും, മാറ്റമുണ്ടാകും. മറ്റൊരു കാര്യം,
കേരള കോൺഗ്രസിന് നിലവിലുള്ള രാജ്യസഭ MP സ്ഥാനം ഞാൻ രാജിവെക്കുവാനുള്ള തീരുമാനം അറിയിക്കുകയാണ്. ശക്തമായ ജനകീയ അടിത്തറയുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് ഈ സ്ഥാനം. എന്നാൽ രാഷ്ട്രീയമായും വ്യക്തിപരമായും ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്ന നിർബന്ധം എനിക്കുള്ളതിനാൽ രാജ്യസഭാ അംഗത്വം രാജിവെക്കുവാൻ തീരുമാനമെടുക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-11 വർഷക്കാലം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ രാജ്യസഭാ അംഗമെന്ന നിലയ്ക്ക് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു. ഇവിടെ നമുക്കറിയാം, ഈ പ്രദേശം ഒരു ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണ്. ഇവിടെ ഈ ലോക്സഭാ മണ്ഡലം സാക്ഷരത കാര്യത്തിൽ നമ്പർ 1 ആണ് ഇന്ത്യയിൽ തന്നെ. അത് ആദ്യത്തെ ലക്ഷ്യം എന്ന നിലയ്ക്ക് പല വികസന പദ്ധതികൾ നടപ്പിലാക്കിയതോടൊപ്പം ഈ പ്രദേശത്തെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കണം എന്ന ഒരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് പോലും അഭിമാനകരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 250 കോടി രൂപയാണ്. അത് വലവൂരിൽ പൂർത്തിയാക്കി 2 ബാച്ച് അതിൽ നിന്ന് വിദ്യാർത്ഥികൾ പാസ് ഔട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം കണ്ടു, എന്താണ് വാർത്ത വന്നത്? ഇൻക്യുബേഷൻ സെന്റർ, അത് കേന്ദ്രവുമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് മേടിച്ചെടുക്കാൻ കഴിഞ്ഞു. 5 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ന് ഇപ്പോൾ കാണുന്ന ഗൂഗിൾ വഴിയും സൂം വഴിയും നടത്തുന്ന ഓൺലൈൻ യോഗങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഇന്ന് അവിടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുണ്ട്. മറ്റ് സൂം വഴിയും അതുപോലെ തന്നെ ഗൂഗിൾ വഴി നടത്തുമ്പോൾ സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഡേറ്റാ സെന്റർ പുറത്തു പോവുകയാണ്. അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് 250 കോടി രൂപയുടെ പദ്ധതി. നമ്മുടെ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പാമ്പാടിൽ ആരംഭിച്ചിരിക്കുന്നു. 4-5 ബാച്ച് പാസ് ഔട്ട് ചെയ്തു. ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നു. സയൻസ് സിറ്റി വരുന്നു. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാലയം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇതൊരു ശാശ്വതമായ അല്ലെങ്കിൽ ഒരു ലോങ് വിഷനോട് കൂടി നടത്തുക. ഇവിടെയുള്ള പാസ്പോർട്ട് ഓഫീസേഴ്സ്, റെയിൽവേ വികസനമൊക്കെ എടുത്ത് നോക്കിയാൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ മൾട്ടി ഫ്ലോർ പാർക്കിംഗ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വേറെ തെങ്ങിന് കാണിക്കാൻ കഴിയുമോ? പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വികസനത്തിനോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, ആദ്യത്തെ 5 വർഷം ഏറ്റവും കൂടുതൽ കേന്ദ്ര റോഡ് പദ്ധതി 150 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. അതുകൂടാതെ പ്രധാനമന്ത്രി സഡക് യോജന കോടിക്കണക്കിന് രൂപയുടെ കൊണ്ടുവന്നു. അതുകൂടാതെ നമ്മുടെ 1MB 1 ഐഡിയ പദ്ധതി ഈ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവന്നത്, ഏറ്റവും നല്ല കണ്ടുപിടുത്തുന്ന കേന്ദ്രത്തിന്റെ പദ്ധതി 5 ലക്ഷം രൂപ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, ആ രീതി വലിയൊരു യാഥാർത്ഥ്യമുണ്ട് എനിക്ക്. ഈ മേഖലയിൽ വലിയ ഒരു വമ്പിച്ച മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു. പക്ഷെ ഒരു MP ആയതിനു ശേഷം ഒരിക്കലും ജാതിയോ മതമോ അല്ലെങ്കിൽ കൊടിയുടെ കളറോ നോക്കിയാൽ എല്ലാവരെയും ഒരുപോലെ സ്വീകരിച്ച്, അത് എവിടെയാണെങ്കിലും, വൈക്കത്താണെങ്കിലും പിറവത്താണെങ്കിലും ഏറ്റവും കൂടുതൽ എല്ലാ പ്രദേശത്തും വികസനം നടത്തും. പക്ഷെ അന്നൊക്കെ അപ്പോഴും ഇപ്പോഴും ഉള്ളത് എൻ്റെ ബലം, എന്നെ തിരിച്ചറിയുന്ന എന്നോടൊപ്പമുള്ള എൻ്റെ ജനങ്ങളാണ്. അവർ നൽകിയ ആ പിന്തുണയ്ക്കും സഹായത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിൽ നിന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി നേരുകയാണ്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് അറിയിച്ചു. ബാക്കി കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ടതാണ്. ഈ 38 വർഷത്തിന് ശേഷമാണ് UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം
ഇടതുമുന്നണിയിലേക്ക് പോകുന്നത്. പ്രവർത്തകർ എത്രമാത്രം ഉൾക്കൊള്ളും എന്നല്ലെങ്കിൽ നേരത്തെ തന്നെ കുറേ ചില ആൾക്കാർ ഇതിനെ പ്രതിഷേധിച്ച് പുറത്തുപോയ സാഹചര്യം. അത്രത്തോളം പ്രവർത്തകർ ഈ ഒരു UDF കക്ഷിയായ കേരള കോൺഗ്രസ് ഇടതിലേക്ക് പോകുമ്പോൾ പ്രവർത്തകർ എത്രത്തോളം ഉൾക്കൊള്ളും, എങ്ങനെ ഉൾക്കൊള്ളും? UDF അനുഭാവം, UDF വികാരം നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതിന് പണിപ്പെട്ടതും അങ്ങനെ ഒരു സ്വരം കൊണ്ടുവന്നതും അങ്ങനെ രൂപം കൊടുത്തതും മാണിസാർ തന്നെയാണ്. പക്ഷെ മാണിസാറിനോട് സ്നേഹമുള്ള, മാണിസാറിനെ വിശ്വസിക്കുന്ന ഒരാള് പോലും മാണിസാറിനെ ചതിച്ചവരോടൊപ്പം പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താങ്കൾ രാജ്യസഭ MP സ്ഥാനം രാജിവെച്ചു, അതുപോലെ തന്നെ കോട്ടയം MP ആണ്, വേറെ MP ഉണ്ട്, UP യുടെ തന്നെ MP ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ നിലപാട് എന്തായിരിക്കും? ഇത് പറയുമ്പോഴും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പുറത്താക്കിയവർക്ക് കിട്ടിയ സ്ഥാനങ്ങളുണ്ട്, MLA മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. കേരള കോൺഗ്രസ് വോട്ടിന് ലഭിച്ചുകൊണ്ട് വിജയിച്ചവരാണ്. അവരുടെ നിലപാടോടെ അറിഞ്ഞാൽ കൊള്ളു. ഈ ഇടതുമായി ചർച്ച നടത്തിയത് എല്ലാ സീറ്റുകളിൽ ഉൾപ്പെടെ ധാരണയാക്കിയതിനു ശേഷമാണ് ഇടതുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് അറിയിച്ചു. അവരുടെ സ്വരം എന്താണെന്ന് അറിയട്ടെ, അതിനുശേഷം ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. UDF എന്തായി മുറിവ് പരിഹരിക്കാൻ LDF ആകുമോ എന്നാണ് കരുതുന്നത്? UDF കഴിഞ്ഞില്ല, അത് LDF ആകുമോ? അല്ല, അവിടെ LDF ഞങ്ങളെ അല്ല, അത് പരിഹരിക്കാൻ കഴിയുമോ LDF? ഞാൻ പറഞ്ഞത്, ഒരു കുടുംബത്തിനകത്ത് ഒരു മുറിവ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോയാൽ അത് മുറിവിന് വീണ്ടും ഒരു ഫയർ ഇടാതെ ഇരിക്കുന്നല്ലേ എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ, കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റമുണ്ടാകും, അതിനൊന്നും സംശയമില്ല. നമുക്കറിയാൻ തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലൊക്കെ വരുമ്പോഴും പ്രധാനമായും മധ്യ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് കേരള കോൺഗ്രസോട് ഉൾപ്പെട്ടുകൊണ്ടുള്ള ആ മുന്നേറ്റമാണ്. നിസ്സാരമായി ഇതൊന്നും കാണണ്ട, നിസ്സാരമായി കാണണ്ട. അത് MP ആകുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും നടക്കും. കേരളം വിട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമില്ല. മാണിസാറിന് ഏറ്റവും കൂടുതൽ വാർത്തകളുടെ പേരിൽ വേട്ടയാടിയത് LDF ആണ്, CPM ആണ്. അവർക്കൊപ്പം ഇരിക്കാൻ സാധിക്കും. ആ കേസ് ശിക്ഷിച്ചതാരാണ്? ആ വടി കൊടുത്തതാരാണ്? ഞാൻ മുമ്പേ പറഞ്ഞ ആ മാണിസാറിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമല്ല, എന്റെ വാക്കല്ല. 2016 ഐക്യജനാധിപത്യ മുന്നണി വിട്ടത് എന്തുകൊണ്ടാണ്? വിട്ടപ്പോഴും പറഞ്ഞു ഞങ്ങൾ വേദനയോടുകൂടി, വിഷമത്തോടുകൂടി ഞാൻ വിടുന്നത്. പക്ഷേ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു. പിന്നിൽ നിന്ന് കുത്തി. നമ്പർ 1 എനിമി കേരള കോൺഗ്രസ് ആണ്. അതിന്റെ ആവർത്തനമല്ല ഇപ്പോഴും നടക്കുന്നത്. ആ ചില കേന്ദ്രം എന്തെന്നുള്ള ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല MP. അത് വ്യക്തമാണ്, നിങ്ങൾക്ക് അല്ല, സ്വാഭാവികം ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് സാറിനോട് ചോദിച്ചു, മനസ്സാണ് പറഞ്ഞു ഞാൻ വ്യക്തമാക്കുന്നില്ല. അത് തന്നെ ഞാൻ പറഞ്ഞു. വടി കൊടുത്ത പോലെ തന്നെ അടിച്ച ആൾക്കാരും കുറ്റക്കാരല്ലേ? രാഷ്ട്രീയ ഇന്നും നടക്കുന്നില്ലേ? അന്ന് മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നില്ലേ? ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നില്ലേ? ഇനിയും ഞാൻ സൂചിപ്പിച്ചു, പാല എന്ന് പറയുന്നത് ഒരു കൃത്യ വികാരമാണ്. മാണിസാർ എന്ന് പറഞ്ഞ പാലായാണ്. അത് കേരളത്തിൽ നിന്ന് ലോകത്ത് എവിടെ പോയാലും പാല എന്ന് അല്ല, പാലായെ പറ്റി ആരെങ്കിലും പറഞ്ഞ മാണിസാറിന്റെ പേര് പറയുന്നത് അതൊരു കൃത്യ വികാരമാണ്. പക്ഷെ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നു. ആ രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നതിന് ഇനി ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ആഹ്വാനം വരട്ടെ. ഒരു ഉപാധികളുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ഈ പാല മാണിസാറിന് ഹൃദയ വിചാരമായപ്പോൾ സ്വാഭാവികമായിട്ട് പാലയിൽ കേരള കോൺഗ്രസ് മത്സരിക്കുകയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ അവരുടെ അഭിപ്രായം വരട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് ഞങ്ങളുടെ നിലപാട് അവിടെ അറിയിക്കും. അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല.
കേസുകളൊക്കെ വന്നിട്ട് LDF-ന്റെ ഇമേജ് മോശമാണെന്ന് ഇതിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നപ്പോൾ കേസുണ്ടായിരുന്നല്ലോ, മാണിസാറിനെതിരെ കേസുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാ വന്നെന്ന് നമുക്കറിയാം. അന്നേരം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്ന് രാജ്യത്തുള്ള ഏറ്റവും നല്ല ഏജൻസിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്, NIA. അപ്പോൾ അത് മാത്രമല്ല, എല്ലാം ED ഉണ്ട്, CBI ഉണ്ട്. അപ്പോൾ ഇത് അന്വേഷണം നടക്കട്ടെ, വസ്തുതകൾ വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ ഒരു വാക്കോഴ സമയത്തൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. നിങ്ങൾ ഇനി ഇത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ അതെങ്ങനെ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന അണികളെ നിങ്ങൾ എങ്ങനെ അത് ബോധ്യപ്പെടും? അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഇതിനെല്ലാം ആൻസർ മാണിസാർ. അത് സൃഷ്ടിച്ചതാരാം, ആ വടി കൊടുത്തതാരാം, അതൊരു രാഷ്ട്രീയ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു. അത് സ്വാഭാവികമാണ്. എന്തെങ്കിലും ഇട്ടുകൊടുത്താലും അതൊരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചു. പുറത്താക്കുക എന്നുള്ളത് പി ജോസഫിന്റെ ആവശ്യമായിരുന്നു. നിങ്ങളെ യൂണിഫിന് പുറത്താക്കുക എന്നുള്ളത് അതിപ്പോ നടന്നിരിക്കുകയാണ്. അത് പി ജോസഫിന്റെ വിജയമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, മൗന സമ്മതവും മൗന പിന്തുണയും ഉണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. ആ ഗൂഢാലോചനയുടെ അജണ്ടയുടെ ആവർത്തനം നടക്കുകയാണ്. ഈ മാണിസാറിനെ ചതിച്ച കോൺഗ്രസ്സുകാർ പിടിച്ച കുഴിയിൽ അന്ന് CPM-കാർ വീണതാണോ അന്ന് ഈ മാണിസാറിന്റെ വിഷയം കൊണ്ടാണ് കാരണം? ബാർക്കോഴ കേസിൽ ചതിച്ച കോൺഗ്രസ്സുകാരെ പിടിച്ച കുഴിയിൽ ഞാൻ എന്ന് പറയല്ലോ, അവർക്ക് വടി കൊടുത്തോ, വടി വെച്ചടിച്ചു. അടിച്ചവരും കുറ്റക്കാരല്ലേ? അടിച്ചാൾക്കാരും കുറ്റക്കാരല്ലേ? അടിച്ചാൾക്കാരും കുറ്റക്കാരല്ലേ? വേദനിച്ചത് ആരാണ് സൃഷ്ടിച്ചത്? നമുക്ക് ആരാണ് സൃഷ്ടിച്ചത്? കേരളമൊട്ടാകെ കൃത്യമായി CPM പറഞ്ഞില്ലേ, കൺവീനർ പറഞ്ഞില്ലേ, അതിന് ഉത്തരവും പറഞ്ഞില്ലേ? കേരളമൊട്ടാകെ കെ മാണിക്ക് അഴിമതി തുക എന്നുകൊണ്ട് 5 രൂപ അയച്ചു കൊടുത്ത ആൾക്കാരാണ്. വളരെ പ്രസിദ്ധമായ ചോദ്യമാണ്. അപ്പോ ഒന്ന്, കേരള കോൺഗ്രസും ശ്രീ PJ-യുമായി ഒന്നിച്ചു നിൽക്കുമ്പോഴും PJ-യുടെ മനോഭാവത്തില് അന്നും മാറ്റമില്ലായിരുന്നു. അത് സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇത് അദ്ദേഹം സ്ഥാനാർത്ഥി, എന്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, തൊടുപുഴ അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞു ഞങ്ങളിതാ മുനിസിപ്പാലിറ്റി പിടിക്കാൻ പോകും. ഒറ്റയ്ക്ക് നിന്ന് 16 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് മുനിസിപ്പാലിറ്റിയിലേക്ക് അന്ന് ജയിച്ചത്. ശ്രീ PJ-ക്ക് മുനിസിപ്പാലിറ്റിയിൽ എത്ര സീറ്റുണ്ട് തൊടുപുഴയിൽ? അന്വേഷിച്ചോ? ഒരെണ്ണം. 2 കേരള കോൺഗ്രസ് എമ്മിനാണ്. അവിടെയാണ് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ 10,000 പേരെ ഇറക്കും. രാഷ്ട്രീയല്ലേ? രാജ്യസഭാ സീറ്റിന് ഞാൻ ആദ്യമേ അതിൽ പറഞ്ഞു, ഒരു ജനകീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അതിന് ആരെങ്കിലും തെറ്റ് പറയുമ്പോൾ എതിർക്കും. പക്ഷേ അതൊക്കെ ഞാൻ രാജിവെച്ചു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഈ കഴിഞ്ഞ തവണ UDF-ലുണ്ടായിരുന്നപ്പോൾ 15 സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരത്തിൽ ഇത്തവണ അത്തരത്തിലൊരു ആവശ്യം LDF-ൽ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഉന്നയിക്കും. ഞങ്ങള്